ഹലോ ഗെയ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ റിഫ്ലക്റ്റഡ് എക്സസൈസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. റിഫ്ലക്റ്റഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലൈൻഡും അതേപോലെ തന്നെ സ്റ്റോർഡ് എക്സസൈസും പഠിച്ചു. ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിനെ കുറിച്ച് ചെറിയ ഇൻട്രൊഡക്ഷൻ അതിൻ്റെ മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് റിഫ്ലക്റ്റഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ജാവാസ്ക്രിപ്റ്റ്, മലീഷ്യസ് ആയ ജാവാസ്ക്രിപ്റ്റ് ആ ഒരു വെബ്സൈറ്റിൻ്റെ സെർച്ച് ബാറിലോ അതേപോലെ അങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കാൻ, നമുക്ക് മെസ്സേജ് അയക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നിടത്തേക്കൊക്കെ കൊടുത്താൽ സംഭവം അവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസറിൻ്റെ കുക്കീസ്, അഡ്മിൻ്റെ അവിടെയാണെങ്കിൽ അതുപോലെ ഐ പി അഡ്രസ്സ് നമ്മൾ ബ്ലൈൻഡ് എക്സസിൽ കണ്ടിരുന്നു. അഡ്മിൻ്റെ ഐ പി അഡ്രസ്സ് അതേപോലെ കിട്ടിയ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ചിലപ്പോൾ സ്ക്രീൻഷോട്ട് വരെ കിട്ടും. അങ്ങനെ വെച്ചാൽ ഇത് മെയിനായിട്ട് നമ്മൾ കുക്കീസ് ക്യാപ്ചർ ചെയ്യാം. അതിനൊക്കെയാണ് ഈ ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ജസ്റ്റ് അടിയിലൊന്ന് പോയി നോക്കി നോക്കുക. അതുപോലെ ഒരു ഇമെയിൽ ഉണ്ടാവും. ഈ ഇമെയിലിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്ത അത്ര പൈസ ചിലപ്പോൾ കിട്ടും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് കുറേ ചെറിയ സംഖ്യ ആവും. ചിലപ്പോൾ നിങ്ങൾക്കൊരു ലെറ്റർ ആവും കിട്ടുക, കൺഗ്രാജുലേഷൻ പറഞ്ഞൊരു ലെറ്റർ കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ശമ്പളമായി കാര്യം കിട്ടുക. അങ്ങനെയൊക്കെ ഇതുകൊണ്ട് ഉപകാരമുണ്ട്. ബഗ് ബൗണ്ടീസ് ഉള്ള ബഗ് ക്രൗഡ് അതേപോലത്തെ കുറേ വെബ്സൈറ്റുകളുണ്ട്. അതിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അതിലൊക്കെ കുറേ വെബ്സൈറ്റ് പോലെ കിട്ടും അതിൽ ബഗ് കണ്ടുപിടിക്കാൻ. അതിലേക്ക് ഈ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിൻ്റെ ഈ പല ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റ് നോക്കുക. ബ്ലൈൻഡ്, സ്റ്റോർഡ്, അതേപോലെ റിഫ്ലക്റ്റഡ്, ഇതൊക്കെ നോക്കി നോക്കുക. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലക്റ്റഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റാണ്. ഞാനതിന് രണ്ട് വെബ്സൈറ്റുകൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ റിഫ്ലക്റ്റഡ് എന്താണെന്ന് പറയാം. റിഫ്ലക്റ്റഡ് അറിഞ്ഞാൽ ഞാനൊരു മലേഷ്യസ് ആയ ജാവ സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ കൊടുത്ത കണ്ടു, സ്റ്റോർഡ് എക്സസിലൊക്കെ കൊടുത്ത കണ്ടു. ആ സ്റ്റോർഡ് എക്സസ് പറഞ്ഞാൽ അവിടെ നിൽക്കും. ആ സാധനം ഏതൊരു യൂസറിനും ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കാണും. നേരെ മറിച്ച് റിഫ്ലക്റ്റഡ് ഇറങ്ങി അങ്ങനെ കാണില്ല. നമ്മൾ കൊടുക്കുന്ന ലിങ്കാണ് ഏതെങ്കിലും ഒരു യൂസർക്ക് നമ്മൾ ആ ലിങ്ക് അയച്ചു കൊടുക്കും. ആ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു സാധനം കാണുള്ളൂ, ആ ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റ് അവിടെ കാണുള്ളൂ. അത് ഞാൻ ഉദാഹരണം കാണിച്ചു തന്നാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതാണ് നമ്മളൊരു വെബ്സൈറ്റ്. ഓക്കെ, ഇതൊരു ജാവ സ്ക്രിപ്റ്റ് കോഡാണ്. കണ്ടോ, സ്ക്രിപ്റ്റ്, അതിനുശേഷം അലായിട്ട് ഡബിൾ കോട്ടിൽ ഹലോ സ്ക്രിപ്റ്റിലാകെ ക്ലോസ് ചെയ്തു. ഇത് ജാവ സ്ക്രിപ്റ്റാണ്. ഇത് ബേസിക്കാണ് ജാവ സ്ക്രിപ്റ്റിൻ്റെ. അലേർട്ട് വരുന്നതാണ്. ഇതിവിടെ ഒരു സെർച്ച് ബാറിലാണ് കിട്ടിയിരിക്കുന്നത്. ഗെറ്റ് പിൻ കോഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. നോട്ട് സെക്യൂർഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിലുണ്ടാവും. HTTPS ഇതാക്കിയിട്ടില്ല, HTTPയിലാണ് കിടക്കുന്നത്. അതാണ് നോട്ട് സെക്യൂർഡ് എന്ന് കാണിക്കുന്നത്. മേഡ് ഇൻ ദ മിഡിൽ അറ്റാക്ക് പോസിബിൾ ആവും. ഓക്കെ, ഞാൻ അതിൽ സെർച്ച് ബാറിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി, എന്ത് വരും കണ്ടു. നമ്മളൊരു യൂസറായി നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറുക. ഞാൻ അതിൻ്റെ ഫ്രണ്ടിന് ഈ ഒരു കോഡ് കണ്ടില്ല ഇവിടെ കാണുന്നത്. ഞാൻ അങ്ങനെ ഫസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഇതിങ്ങി സെൽഫാണോ എന്ന് അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാം. സെൽഫ് നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതൊരു പ്രത്യേകത ഉണ്ട്. നോക്കി നോക്കാം. അല്ല, ഇത് സെൽഫല്ല, ഇത് റിഫ്ലക്റ്റഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റാണ്. ഇത് ഞാൻ എൻ്റെ വിക്ടിമിനാണ് ഈ സാധനം അയച്ചു കൊടുക്കുക. വാട്സപ്പ് കൂടി ഏത് കൂടെയൊക്കെ അയച്ചു കൊടുത്തു. ഞാൻ ഈ ഒരു ജാവ സ്ക്രിപ്റ്റ് അവിടെ കൊടുത്തില്ല. ആ ജാവ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ വെച്ച് എക്സിക്യൂട്ട് ചെയ്തു. എനിക്ക് ആ യൂസറിൻ്റെ കുക്കീസ് കിട്ടണമെന്ന് പറഞ്ഞ ഒരു ചെറിയ കോഡൊക്കെ ഉണ്ടാക്കി. ഓക്കെ, ഒരു ജാവ സ്ക്രിപ്റ്റ് നല്ലോണം പഠിച്ചവർക്ക് എന്താണെങ്കിൽ ഇത് കഴിയും. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി. നമ്മളെ ഡ്യൂട്ടി ഒന്നല്ല, നമുക്ക് ഇത് കണ്ടുപിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് കണ്ടുപിടിച്ചു. ഞാനിത് ഇങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. ഇതേപോലെ ജാവ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇവിടെ സേവ് ചെയ്ത പാസ്വേഡ് ഉള്ളിൽ കിട്ടാൻ വേണ്ടി ഒരു പരിപാടി ഉണ്ടാക്കി കൊടുത്തു. ഞാനിതിൽ ക്ലിക്ക് ചെയ്യാതെ ഇത് ബേക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞെക്കാട്ടോ, ഇവിടെ അല്ലാതെ ബേക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സാധനം കളയാൻ പറ്റില്ല. എന്താണ് ഈ ഓക്കെ എന്നുള്ള ബട്ടൺ അമർത്തണം, എന്നാലും ഇവിടുന്ന് പുറത്ത് പോകുള്ളൂ. അപ്പോൾ ഈ ഓക്കെ ഉള്ള ബട്ടണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് എന്തെങ്കിലും എടുക്കണം എന്നാവും ഈ ഒരു അറ്റാക്കർ വിചാരിക്കുക. ഞാൻ ക്ലിക്ക് ചെയ്തു, എനിക്ക് പഴയ പോലെ കിട്ടി. ഓക്കെ, അതേപോലെ വേറൊരു വെബ്സൈറ്റും കൂടി കാണിച്ചാണ്. ഇതൊക്കെ പണ്ട് ഞാൻ ചെയ്തു തന്നതിന്, കുറച്ച് കാലം മുമ്പ് കുറച്ച് ക്ലാസ് എടുത്തപ്പോൾ ചെയ്തു തന്നതിന് ഈ ഒരു വെബ്സൈറ്റൊക്കെ. ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജാവാസ്ക്രിപ്റ്റ് ഈ സാധനം കോപ്പി ചെയ്തെടുത്താൽ മതി, നമുക്കിത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇതാക്കണം. ഇവിടെ സെർച്ച് ബാറിലിട്ടു, സെർച്ച് ബാർ മാത്രമല്ല കേട്ടോ, അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലായിടത്തും ഈ ഒരു റിഫ്ലക്റ്റഡ് എക്സസ് ഉണ്ടോ നോക്കാം. അവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് HTML ഇഞ്ചക്ഷൻ ഉണ്ടോ എന്നും പോസിബിൾ ആണെന്നും കൂടി നോക്കാം കേട്ടോ.
ഇതാണ് ജാവാസ്ക്രിപ്റ്റ്. ഈ സെർച്ച് ബാറിൽ അമർത്തും, കേട്ടോ, ഹലോ. ഈ ഒരു സാധനം ഇവിടെ എക്സിക്യൂട്ടായി. ഞാൻ ഈ സാധനം എടുത്തിട്ട് എൻ്റെ വിക്ടീമിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സിക്യൂട്ട് ആണെങ്കിൽ ഈ സാധനത്തിന് റിഫ്ലക്റ്റഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയും. ഈ സാധനം ഈ ഒരു വെബ്സൈറ്റിന് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതൊരു ഇന്ത്യൻ വെബ്സൈറ്റ് ആയതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ വള്ളിക്കെട്ടൊന്നും നോക്കണ്ട, ഇന്ത്യൻ വെബ്സൈറ്റിലൊന്നും നോക്കണ്ട. അത് ബഗ് ബൗണ്ടീസിൽ രജിസ്റ്റർ ചെയ്താണെങ്കിൽ നമുക്ക് അത് റിപ്പോർട്ട് ചെയ്യാം. കണ്ടോ, ഹലോ. എനിക്ക് ഈ ഒരു സാധനം ജാവാസ്ക്രിപ്റ്റ് കിട്ടിയില്ലെങ്കിൽ സൈബർ ഫോക്സ് ഉണ്ടല്ലോ, ഞാൻ ഹാക്ക് ബാറിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഇടാം. ഹാക്ക് ബാറിൻ്റെ വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ തന്നെ, ഒന്ന് സ്ക്രോൾ ചെയ്ത് അടിക്ക് പോയി കഴിഞ്ഞാൽ കാണാം. പിന്നെ നമ്മളെ ചാനലിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്, ടെലിഗ്രാം ചാനൽ. ജസ്റ്റ് അതിൽ കയറാം, നമുക്ക് ഇതിലിടാൻ പറ്റാത്ത വീഡിയോ ഒക്കെ അതിലിടാം. പിന്നെ ഈ വീഡിയോൻ്റെ ഒക്കെ അതിലിടാം. ഈ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് അതിലിടും. ഇതിലുണ്ടാവും XSS. ഓക്കെ, ഈ കിടക്കണുണ്ടല്ലേ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റ്, സ്ട്രോങ് HTML. ഇതൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇമേജ് SRC. പിന്നെ നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാൻ പോലെ Ctrl+C. അവിടെ ഇമേജിൻ്റെ പോലെ വരണം, അത് എക്സിക്യൂട്ട് ചെയ്താൽ എന്താ അവസ്ഥ നോക്കാം നമുക്ക്. ഇതാണോ, ജസ്റ്റ് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു സാധനം, ഈ ഒരു ഇമേജ് അതാണോ നോക്കണമല്ലോ. അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അപ്പോൾ അതല്ല. ഫസ്റ്റ് നമ്മൾ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റ് ഉണ്ടോ നോക്കുക. എങ്ങനെ അറിയും? വെറുതെ നമുക്ക് ഇഷ്ടമുള്ള അത്ര അടിച്ചു കൊടുക്കുക. ആ സാധനം അവിടെ പ്രിൻ്റ് ആവുന്നുണ്ടോ നോക്കുക. കേട്ടോ, അടിച്ചത് പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇത് സാനിറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തെടുക്കണം. ഈ ജാവാസ്ക്രിപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല. മലീഷ്യസ് ആയ ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയവൻ എന്താണെങ്കിലും ഇതിൽ ആക്കണം. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇറർ കാണിക്കുക, അത്ര ചെയ്താൽ മതി. ഇത് മാത്രം ആക്കണം. സൈബർ ഫോക്സിൽ ഒന്നും കൂടി പോയിട്ട് നമുക്ക് ഒന്നും കൂടി നോക്കിയാൽ XSS. ഇതെന്താ നമുക്ക് നോക്കാം. അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എന്നെങ്കിലേ മനസ്സിലാവുള്ളൂ. കണ്ടോ, ആ അലേർട്ട് ഇവിടെ കയറി, അലേർട്ട് 1 എന്നുള്ള അവിടെ കയറി. നമുക്കൊന്നുകൂടി നോക്കാം. പിന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ചാനൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും പോവും. അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിലും സെക്കൻഡും തേർഡ് ചാനലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിൽ കയറിക്കോളി. ചാനൽ പോകുന്നതിൻ്റെ മുമ്പ് അതിൽ കയറിക്കോളി. ഇതിൻ്റെ അല്ല നമ്മൾ നേരത്തെ നോക്കിയേ. കയറി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു എത്തിക്കലാക്കിയും പഠിപ്പിച്ച് കൊടുത്ത് വെബ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ ടെസ്റ്റിംഗ് പഠിപ്പിച്ചു കൊടുത്ത് എന്താ കിട്ടും, ആക്കെ കിട്ടും. അത് ഞാൻ കുറച്ച് കാലം പഠിപ്പിച്ചിരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഡോക്യുമെൻറ്റ് ഡൊമൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ നോക്കാം നമുക്ക്. ജാവാസ്ക്രിപ്റ്റാണ്. ജാവാസ്ക്രിപ്റ്റ് പഠിച്ചവർക്ക് സുഖമായി കയറത്. സുഖം എന്നല്ല, അവർക്ക് മലീഷ്യസായ വേറെ കോഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യാം. ഈ സാധനം ഫിൽറ്റർ ചെയ്യേണ്ടല്ലോ, കണ്ടോ, അങ്ങനത്തെയൊക്കെ ഫിൽറ്റർ ചെയ്യേണ്ട അവിടെ. ഓക്കെ, നമ്മൾ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഒരു കുറച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഇതെന്താ സംഭവമെന്ന്. ഓക്കെ, മലയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ മലീഷ്യസായ ജാവാസ്ക്രിപ്റ്റ് കോഡ്, ആ സ്ക്രിപ്റ്റ് അലേർട്ട് എന്നുള്ള അറിഞ്ഞ സംഭവം നമ്മൾ ഒരു സെർച്ച് ബാറിക്കും അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യാം. നമുക്ക് മെസ്സേജ് എന്താണ്, കമൻറ്റ് ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടേക്കൊക്കെ ഇൻപുട്ട് ചെയ്യാനടുത്തേക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കുക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് അവിടെ എക്സിക്യൂട്ട് ആകുന്നുണ്ടോ നോക്കാം. സെൽഫാണെങ്കിൽ നമുക്ക് മാത്രമേ സാധനം കാണാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് നമ്മളൊന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇത് തന്നെ നോക്കി നോക്കുക, ഈ സാധനം എക്സിക്യൂട്ട് ആകുന്നുണ്ടോ. അപ്പോൾ അതിൽ എക്സിക്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റഡ്, അത് അവിടെ സ്റ്റോർഡായി കിടക്കണമെങ്കിൽ അത് സ്റ്റോർഡ്. അതേപോലെ ആ സാധനം റിഫ്ലക്റ്റഡ് ആയിട്ടില്ല, അത് മറ്റേ വെബ്സൈറ്റിൽ അഡ്മിൻ പാനലിൽ പോയിട്ടാണ് എക്സിക്യൂട്ട് ആവുകയെന്ന് വെച്ചാൽ അത് ബ്ലൈൻഡ് എക്സസ്. ഓക്കെ, നമ്മൾ ഡോം പറഞ്ഞ ഡോം കുറച്ച് റിസ്ക്കാണ്, അത് കണ്ടുപിടിക്കാൻ ഗതികേടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡോം പറയാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ ലൈക്ക് ചെയ്യാം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ചാനലും
ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളെ യൂട്യൂബ് ചാനൽ രണ്ടെണ്ണം ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടോളി. വീഡിയോസ് എന്താണെങ്കിൽ അതിലിടും. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. ടെലിഗ്രാമിലും കൂടി കയറിക്കോളി കേട്ടോ. ഓക്കെ ബൈ.